ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് നിങ്ങൾ കുറെ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ OB46 മെയിൻ്റെനൻസ് അപ്ഡേറ്റ് നമ്മൾ ഫ്രീ ഫയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ സെൻസിറ്റിവിറ്റിയിൽ കുറേ രീതിക്കുള്ള ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയുള്ള ഒരു ബെസ്റ്റ് ആയൊരു സെൻസിറ്റിവിറ്റി വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് മെയിൻ ആയിട്ട് പറയില്ല ഫസ്റ്റ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ സെൻസിറ്റിവിറ്റി ഇപ്പൊ പക്കയാണെങ്കിൽ അപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ ഏകദേശം ഒരു 16-17 ദിവസമായിട്ടുണ്ട് നമുക്ക് OB അപ്ഡേറ്റ് കഴിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ നല്ല സെൻസിറ്റിവിറ്റി ഒക്കെ ഇപ്പൊ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൻസിറ്റീവ് വഴി നിങ്ങൾ നല്ല എഡിച്ചോട്ടും കാലം കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഡിറ്റ് ചെയ്യാൻ നിൽക്കാതിരിക്കുന്നത് നല്ല കേട്ടോ. അപ്പൊ എഡിച്ചോട്ടും കാലം ഇപ്പോഴും കയറുന്നില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എഡിറ്റ് ചെയ്തോളൂ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രീ ലുക്ക് നോക്കണം. അപ്പൊ ഫ്രീ ലുക്കിന്റെ വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് 360 ആയിട്ട് വ്യൂ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ഒരു ഡയറക്ഷൻ നോക്കിക്കൊണ്ട് നമ്മൾ ഓടാണ് നമ്മൾ സൈഡിലേക്കും ബാക്കിലേക്ക് നമുക്കിങ്ങനെ കണ്ണ് വെച്ചുകൊണ്ട് ഈ കണ്ണിന്റെ ബട്ടൺ വെച്ചുകൊണ്ട് ഇങ്ങനെ ജോയ്സ്റ്റിക്ക് പോലെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ VR മാച്ചിലൊക്കെ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ചില ടൈമിൽ കൈയൊക്കെ തട്ടിയും കൊണ്ട് ആകെ കോളാവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. എങ്കിൽ പോലും നല്ല അടിപൊളിയായൊരു സെറ്റിംഗ്സ് ആണ്. യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രീ ലുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ലുക്കിൽ സെറ്റിംഗ്സ് ആയിട്ട് ഞാൻ വെക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 53 to 55 ഒരു 50 to 55 വെച്ചാലും മതി. ഓക്കെ, അപ്പൊ അത്രയൊക്കെ മതി. അതിക്കും ഓൺലീസ് വേണമെന്നില്ല. അപ്പൊ നല്ല രീതിക്ക് റൊട്ടേഷൻ ആവും. ആകെ കൈ തട്ടിയ അപ്പൊ ചെറുതായിട്ട് കൈ തട്ടിയാൽ തന്നെ നമുക്ക് ആകെ ഇതിന്റെ ഡയറക്ഷൻ തന്നെ മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പൊസിഷനൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 53 ഒരു 55 ഉള്ളിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതുപോലെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ സ്നൈപ്പർ സ്കോപ്പ് ആണ്. അപ്പൊ ബ്രോ ഞാൻ സ്നൈപ്പറേ യൂസ് ചെയ്യാറില്ല എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചില ടൈമിൽ നമ്മൾ VR ഒക്കെ കളിക്കുന്ന ടൈമിൽ ലാൻഡ് ചെയ്യാൻ ടൈമിൽ നമുക്ക് സ്നൈപ്പറൊക്കെ കിട്ടാനേ ചാൻസ് ഇല്ല. അപ്പൊ ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സ്നൈപ്പർ സ്കോപ്പിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 39 to 40 ആട്ടോ. അപ്പം 40 to ഓക്കെ, അപ്പോൾ ഒരു 39 to 40 വരെ വെച്ചാൽ മതി. അപ്പോൾ അതിക്കും മേലെ വേണമെന്നില്ല. അപ്പം ഞാനൊരു സ്നൈപ്പറൊക്കെ യൂസ് ചെയ്യുന്ന പ്ലെയർ ആണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് ഈ സെറ്റിങ്സ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ വീഡിയോ നമ്മുടെ ചാനലിൽ വരാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ കുറേ ദിവസം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഫുള്ളി റിസർച്ച് ചെയ്ത ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അല്ലാതെ ധൃതി പിടിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോ അല്ല. അപ്പോൾ എല്ലാവരും മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ട് എന്തായാലും താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ കുറെ ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്നത് കുറെ ആൾക്കാരെ കാത്തിരിക്കുന്ന നമ്മുടെ ഫോറോസ്കോപ്പ് സെറ്റിംഗ്സ് ആട്ടോ. അപ്പോൾ നമുക്കിത് വർക്ക് ആകാൻ പോകുന്നത് നമ്മൾ ഫോറോസ്കോപ്പ് യൂസ് ചെയ്യുന്ന ടൈമിലാണ്. അപ്പോൾ നമ്മൾ ഈ സെറ്റിംഗ്സ് ക്ലിയർ ആയിട്ട് വെച്ചു എന്നതുകൊണ്ട് നമ്മൾ ടൂസ്കോപ്പ് യൂസ് ചെയ്യുന്ന ടൈമിൽ അത് വർക്ക് ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഓൺലി ഫോറോസ്കോപ്പിന് മാത്രമാണ് ഇത് വർക്ക് ആവുക. അപ്പോൾ അത് നമ്മൾ പക്കായിട്ട് വെക്കാൻ നോക്കുക. അപ്പോൾ ഫോറോസ്കോപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 110 ഉള്ളിൽ വെക്കാനാട്ടോ. അപ്പോൾ 110 ഉള്ളിൽ വെച്ചാൽ മതി. അപ്പോൾ 105 to 110 ഉള്ളിൽ വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ അതിക്ക് മേലെ പോകണമെന്നില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓവർ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവറായിട്ട് ഡ്രാഗ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മുകളിലേക്കൊക്കെ എയിം പോകാൻ ചാൻസ് ഉണ്ട്, സ്കോപ്പൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾ കൊടുക്കാൻ നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൂസ്കോപ്പ് സെറ്റിംഗ്സ് ആണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ടൂസ്കോപ്പ് യൂസ് ചെയ്യാൻ ടൈമില്ല. അപ്പോൾ സ്കോപ്പായിട്ട് ടൂസ്കോപ്പ് യൂസ് ചെയ്യാൻ ടൈമിലാണ് ഇത് വർക്ക് ആവാൻ പോകുന്നു. ഓക്കെ, അപ്പം നമ്മൾ സ്കോപ്പ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാൻ ടൈമിൽ ഹെഡ് ഷോട്ട് ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും വീഴും ഞാൻ പറയുന്നില്ല. നമ്മളെ പ്രാക്ടീസിനനുസരിച്ചാണ് നമ്മൾ സ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അത്ര നമ്മൾ ഡ്രാഗിങ് പെർഫെക്റ്റ് ആവണം. അപ്പോൾ ഡ്രാഗിൻ്റെ ഫുൾ ഡീറ്റെയിലായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഡ്രാഗ് ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിലായ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണാൻ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ടൂസ്കോപ്പ് സെറ്റിംഗ്സ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ 90 to 95 ആണ്. അപ്പോൾ 90 to 95 ഉള്ളിൽ നിങ്ങൾ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ കൊടുക്കുന്ന പോലെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കൊടുത്തുള്ളത് 91 ആട്ടോ. അപ്പോൾ എന്തായാലും 90 to 95 ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയ സെറ്റിംഗ്സ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്കോപ്പ് യൂസ് ചെയ്യാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡ്രാഗ് ചെയ്യാൻ നമുക്ക് നല്ല രീതിയിൽ ഹെഡ് ഷോട്ട് വീഴുന്നത് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് പ്രകാരമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഷോർട്ട് റേഞ്ച് കണ്ണാണെങ്കിലും ലോങ് റേഞ്ച് കണ്ണാൽ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ഹെഡ് ഷോട്ട് വീഴും. മെയിനായിട്ട് ഹെഡ് ഷോട്ട് റേറ്റ് ഒക്കെ നമുക്ക് കൂടുന്നത് കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ റെഡ് ഡോട്ട് ആണ്. അപ്പോൾ കുറേ ആൾക്കാർ കാത്തിരിക്കുന്നത് റെഡ് ഡോട്ട് ആണ്. അപ്പോൾ ഈ റെഡ് ഡോട്ട് എല്ലാ ഗണ്ണിലും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. അപ്പോൾ ഇത് മെയിനായിട്ട് വർക്കാൻ പോകുന്ന കുറച്ച് ഗണ്ണുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗണ്ണുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോർട്ട് റേഞ്ച് ഗണ്ണുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോർട്ട് റേഞ്ച് ഗണ്ണായിട്ടുള്ള M87, അതുപോലെ തന്നെ നമ്മുടെ M10,
അപ്പോൾ നമ്മൾ ഡെസേർട്ടിൽ ഇത് വർക്ക് ആവുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ ഹെഡ് ഷോട്ടീസ് വീഴുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് M10, അതുപോലെ തന്നെ നമ്മളെ M187, അതുപോലെ തന്നെ നമ്മുടെ ഡെസേർട്ടിലാട്ടോ. അപ്പോൾ എല്ലാ ഗണ്ണിലും ഇത് വർക്ക് ആവില്ല ചോദിച്ചാൽ ചില ടൈമിലൊക്കെ വർക്ക് ആവും. അപ്പം മെയിനായിട്ട് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഗണ്ണുകളിലാക്കാറ് ഇത് കൂടുതലായിട്ട് വർക്കാ. അപ്പോൾ ഇത് കൊടുത്തുള്ളത് 120 ആട്ടോ. അപ്പോൾ അതൊരു 110 to 120 ഉള്ളിൽ കൊടുത്താലും മതി. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ കുറേ ആൾക്കാർ കാത്തിരിക്കും നമ്മൾ മെയിനായ ജനറൽ സെറ്റിങ്സ് ആണ്. അപ്പോൾ ജനറൽ സെറ്റിങ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് വർക്ക് ആകാൻ പോകുന്നത് നമുക്ക് നമ്മുടെ മൂവ്മെന്റിനാണ്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തില്ല നമ്മുടെ മൂവ്മെന്റ് സ്പീഡ് തന്നെ ഇല്ലാതായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ സെറ്റിങ്സ് നമ്മുടെ മൂവ്മെന്റ് സ്പീഡ്, അതുപോലെ തന്നെ നമ്മൾ ഡ്രാഗിങ്, അതുപോലെ തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യില്ല. അപ്പോൾ ആ ടൈമിലൊക്കെ നല്ല രീതിക്കുള്ള ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. നമ്മൾ നല്ല രീതിക്കുള്ള ഒരു സെറ്റിങ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ എന്തായാലും ഞാനിവിടെ പറയാൻ പോകുന്നത് കുറച്ച് ഹൈ ആയ സെറ്റിങ്സ് ആട്ടോ. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ നമ്മൾ സെറ്റിങ്സ് ആയിട്ട് ഇവിടെ കൊടുക്കാൻ പോകുന്നത് 175 ആട്ടോ. അപ്പം 170 to 175 നിങ്ങൾ വെച്ചാലും മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം വെക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡ് വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഐഫോൺ യൂസേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 100ൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരു 80 ഒക്കെ വെച്ചാൽ മതി. അപ്പോൾ 100ൻ്റെ ഉള്ളിലൊക്കെ വെച്ചാലും നമുക്ക് നല്ല രീതിയിലുള്ള സെൻസിറ്റിവിറ്റി കാണാൻ പറ്റും. അപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണ് 170 to 175 ഉള്ളിൽ നിങ്ങൾ കൊടുക്കാൻ നോക്കുക. അപ്പം അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആയ കാരണം നോക്കുകയാണ്. അപ്പം 175 കുറച്ച് ഓവറല്ലേ കുറേ ആൾക്കാർ ചിന്തിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഓവറായിട്ട് അപ്പം നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എയിമൊക്കെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫുള്ളി ആകാശത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ 5 വീതം പോയിന്റ് വീതം നിങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ 175 നിങ്ങളൊരു 170 ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ റാമുള്ള ഫോണിലൊക്കെ കയറി ഓവറായിട്ട് മുകളിലേക്കൊക്കെ നമ്മൾ എയിം പോകാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ന്യൂ വാലി സെൻസിറ്റിവിറ്റി സെറ്റിങ്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫോണിലെ റാം എത്രയും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുടെ കാണാം. ബൈ.